ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അനുവിന്റെയും അലോകിന്റെയും കോടതിയിലെ വിചാരണയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ജഡ്ജി പറയണ്ടേ ഈ കേസിന്റെ പുനർവാദം അടുത്ത മാസം 16-ാം തീയതി 17-ാം തീയതി മറ്റൊരു ഡേറ്റ് പറയാണ്. അതിനുശേഷം അലോകിനെ വീണ്ടും ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകാട്ടോ. ആ സമയത്ത് അനുവും അതുപോലെ തന്നെ നമ്മുടെ ഗോമതി ബാലനൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷമാണ്. മീനാക്ഷി പറയണ്ടു, ഹോ എന്നാലും അനു പറയേണ്ട കാര്യങ്ങളൊക്കെ കോടതിയിൽ പറഞ്ഞല്ലോ. ഇവളുടെ ടെൻഷൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനി കോടതിയിൽ പോകുമ്പോഴേക്കും ഇവള് പറയേണ്ട കാര്യങ്ങളൊക്കെ മറന്നു പോകുമെന്ന്. എന്തായാലും കലക്കി മോളെ, നീ ഇതേ സ്റ്റാൻഡോട് കൂടി തന്നെ ഇനി അടുത്ത ഹിയറിങ്ങിനും പോകണം എന്ന് പറയണം. അപ്പൊ അനു പറയണ്ട, എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു ചേച്ചി. പിന്നെ അവിടെ കയറി കോടതിന്റെ മുമ്പിൽ ആ പ്രതിക്കൂട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോ ഞാൻ അച്ഛന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അച്ഛൻ എന്നെ നോക്കി, ഒന്നും പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട് എന്നിങ്ങനെ കാണിച്ചായിരുന്നു. ആ ഒരു അച്ഛന്റെ ആ ഒരു മുഖവും അച്ഛന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും ആണ് ചേച്ചി എന്നെ കൊണ്ട് എല്ലാം പറയിപ്പിച്ചത്. അതെന്തായാലും നന്നായി മോളെ. അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണ് നിങ്ങളുടെ അച്ഛൻ. പുറത്തുനിന്നുള്ള ഒരാൾ പറയും അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അച്ഛൻ പിശുക്കനാണ്, അതാണ് ഇതാന്ന്. പക്ഷെ കയറി വന്ന ഒരു പെണ്ണാൻ ആ രീതി പറയാണ്, നിങ്ങളെപ്പോലത്തെ ഒരു അച്ഛനെ, നിങ്ങൾക്ക് കിട്ടിയ പോലത്തെ ഒരു അച്ഛനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. നിങ്ങളെ മക്കളെ ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് സ്നേഹിക്കുന്നതെന്നൊക്കെ നിങ്ങൾ പലപ്പോഴും തോന്നുന്നുണ്ടെങ്കിലും ഓരോ നിങ്ങളുടെ മക്കളെ 4 പേരെയും ഒരുപോലെ ഇഷ്ടമാണ് അച്ഛന് എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ മീനാക്ഷി ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ ആലോകിനെ കിട്ടിയത് കുറഞ്ഞു പോയി, അതിനേക്കാളും കൂടുതൽ ശിക്ഷ കിട്ടണം എന്നൊക്കെ പറയുമ്പോൾ ഗോമതി പറയണ്ട, എന്നാലും എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അമ്മ എന്തിനാ വിഷമിക്കണത്? അതല്ല, അവനാ എന്തൊക്കെ പറഞ്ഞ ഏട്ടന്റെ മകനല്ലേ, അവൻ ആ അവസ്ഥയെ കണ്ടപ്പോ അവനതിൽ വലിയ കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഗോമതി പറയുമ്പോ മീനാക്ഷി പണ്ട് അമ്മക്ക് ഇങ്ങനെ പറയാൻ ഒരു മടിയില്ലേ? എന്നെ ജയിലിൽ കിടത്തിയവനവൻ. നമ്മുടെ ദേവിയടത്തിന്റെ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച അവന്റെ അടുത്ത് അമ്മക്ക് എങ്ങനെ ക്ഷമിക്കാൻ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഗോമതി ഇങ്ങനെ പറയുമ്പോഴേക്കും അനുവിന്റെ മുഖം ഇങ്ങനെ മാറുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് മിത്ര അവിടെ ഇരിക്കുന്നുണ്ട്. മിത്രക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം മിത്ര ചെറുപ്പം മുതൽ അല്ലെങ്കിൽ മിത്ര കുഞ്ഞായിരിക്കുമ്പോ എടുത്ത് നടന്നതാണ് അലോക്. മിത്ര ആണെങ്കിൽ അലോകിന്റെ സ്വന്തം ചേട്ടനെ പോലെ, അത് വലിയച്ഛന്റെ മകനാണെങ്കിലും ചെറിയച്ഛന്റെ മകനും ആണെന്നുണ്ടെങ്കിൽ പോലും സ്വന്തം ചേട്ടനെ പോലെയാണ് മിത്ര കണ്ടിരുന്നത്. കാരണം അവർ അത്രമാത്രം കൂട്ടായിരുന്നു. അപ്പൊ അലോകിന് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ മിത്രക്ക് എവിടെയൊക്കെ ഒരു ചെറിയ വിഷമം. മിത്ര അപ്പൊ തന്നെ വേഗം കണ്ണ് നിറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ മീനാക്ഷി ചോദിക്കേണ്ട, മിത്ര നീ എവിടെ പോവാ? അത് എക്കിള് വരുന്നു, ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാൻ വേണ്ടി അടുക്കളയിൽ പോയിട്ട് മിത്ര പൊട്ടിക്കരയാട്ടോ. അലോകായിട്ടുള്ള ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കാണ് മിത്ര തന്നെ സ്കൂളിൽ കൊണ്ടുപോയതും തനിക്ക് ചോറ് വാരി തന്നതും തന്നെ എടുത്ത് നടന്നതും അലോകും മിത്രയും കൂടി ഒരുപാട് ഓടി നടന്നതും കളിച്ചതും. അതായത് അലോകിനും മിത്രയും മിത്രക്ക് അലോകും, അങ്ങനെയാണ് അവർ ജനിച്ചു വളർന്നത്. അപ്പൊ അതൊക്കെ ആലോചിച്ച് നമ്മുടെ മിത്രക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ആവാണ്. അലോകിന് ഈ അവസ്ഥ ആയല്ലോ എന്ന് ആലോചിച്ചിട്ട് മിത്ര ഒരു കാര്യം. അപ്പൊ അത് ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ കാണിച്ചുള്ളൂ. അപ്പൊ ഇനി പറയാൻ പോണത് ഇനി വരാൻ പോകുന്ന ഭാഗമായിട്ട്. അപ്പൊ മിത്രക്ക് മനസ്സിൽ വല്ലാത്തൊരു വിഷമം. പക്ഷെ ഇങ്ങനെയൊക്കെ ആയല്ലോ, അലോകിന് ഈ ഒരു അവസ്ഥ ആയല്ലോ, എന്തൊക്കെ പറഞ്ഞാൽ തന്റെ ചേട്ടനാണ് അലോക്. അപ്പൊ അതുകൊണ്ട് അലോകിനൊന്ന് കാണാൻ വേണ്ടി പോയാലോ. ഇനിയിപ്പോ എന്തായാലും അടുത്ത ഹിയറിംഗ് എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പൊ എന്തായാലും കോടതിയിൽ പോവാൻ പറ്റത്തൊന്നുമില്ല. മിക്കവാറും അലോകിന് ശിക്ഷ കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മിത്ര വിചാരിക്കണം അതിനു മുമ്പ് അലോകിനൊന്ന് പോയി കാണണം എന്ന് വിചാരിച്ചിട്ട് മിത്ര നേരെ ജയിലിലേക്ക് പോവാണ് അലോകിനെ കാണാനായിട്ട്. അലോക് ആകെ വിഷമിച്ച് ഇങ്ങനെ കരഞ്ഞ്, പിന്നെ പോലീസുകാരൊക്കെ മുറക്കും തലക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോ കൈത്തരിപ്പൊക്കെ മാറ്റുന്നുണ്ട് അലോകിന്റെ ദേഹത്ത് കേട്ടോ. അതുകൊണ്ട് അലോക് ഇഞ്ചപ്പരിവായിട്ടാണ് ജയിലിൽ കിടക്കണം. അത് മാത്രല്ല അലോക് പഴയ പോലെ നല്ലതായിട്ട് ക്ഷീണിച്ചു. അങ്ങനെ അലോകിനെ കാണുമ്പോൾ മിത്ര അലോകിനെ കണ്ടിട്ട് ഞെട്ടിപ്പോകുക കേട്ടോ. അലോകിന്റെ അടുത്തേക്ക് വേഗം പോകുന്നുണ്ട്. ഏട്ടാ എന്ന് പറയുമ്പോഴേക്കും നീ വന്നോ? ഞാനിപ്പോ നിന്നെ കുറിച്ച് ആലോചിച്ചുള്ളൂ. എന്തോ മനസ്സിൽ വിഷമം വന്നപ്പോഴേ, നമ്മൾ മുമ്പ് എനിക്ക് വിഷമം വരുമ്പോ നീ എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു, ഓർമ്മയുണ്ടോ മിത്രേ? അതുപോലെ തന്നെ നീ കരയുമ്പോ ഞാൻ നിന്നെ സമാധാനിപ്പിക്കുമായിരുന്നു. മിത്ര പെട്ടെന്ന് പൊട്ടിക്കരയാണ്. അലോകെ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. എന്റെ മനസ്സിൽ ഏട്ടന്റെ സ്ഥാനം തന്നെയാണ് നിനക്ക് ഇപ്പോഴും. നീ എന്തൊക്കെ ക്രൂരത ചെയ്താലും എന്തോ മനസ്സിലെവിടെന്നോ എപ്പോഴും പറിച്ചു കളയാൻ പറ്റുന്നില്ല. നിന്നോട് വെറുക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ, കൃഷ്ണമംഗലം കാര്യം ദേവമംഗലം കാര്യം തമ്മിൽ ശത്രുത ഉണ്ടെങ്കിൽ അത് അവരച്ഛനും അതുപോലെ തന്നെ അങ്കിളും തമ്മിൽ തീർത്തോളും, നമ്മൾ അതിൽ ഇടപെടണ്ടാന്ന്. നോക്ക്, ദേവമംഗലം കാര്യം നീ വിചാരിച്ച പോലെ അത്ര ദുഷ്ടന്മാരൊന്നല്ല, അവര് പാവങ്ങളാ. മുമ്പ് നിന്നെ പോലെ തന്നെ അവരുടെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് എനിക്കതൊക്കെ മാറിയില്ലേ? അതുപോലെ നീയും മാറ്റണ ഒരു അലോകെ. അനുവിനെ പ്രണയത്തിൽ വീഴ്ത്തി നീ ഇങ്ങനെ ചതിക്കാൻ പാടില്ലായിരുന്നു. അലോക് പണ്ട് എനിക്ക് എല്ലാം മനസ്സിലായി. ഇപ്പൊ എനിക്ക് മിത്ര നിന്റെ അടുത്തൊരു കാര്യം പറയാണ്ട്. എനിക്കിപ്പോ അനുവിനോട് ഒരു ദേഷ്യമില്ല. അവൾ എന്നെ സ്നേഹിച്ച ആ ഒരു യഥാർത്ഥ സ്നേഹം ഉണ്ടല്ലോ, അത് ഞാൻ ഇപ്പൊ തിരിച്ചറിയുന്നു. ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ് അനുവിനെ പോലത്തെ ഒരു പെൺകുട്ടിനെ കിട്ടാനും ഒരു ഭാഗ്യമൊക്കെ വേണം. എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല, അത്രേ ഞാൻ കരുതുന്നുള്ളൂ. പക്ഷെ എനിക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ മിത്ര തീർച്ചയായിട്ടും ഞാൻ അനുവിനെ പൊന്നു പോലെ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മിത്രയുടെ മുമ്പിൽ നന്നായിട്ട് അഭിനയിക്കാട്ടോ അലോക്.
കേട്ട മിത്രയും ചെറുതായിട്ടൊന്ന് വിശ്വസിക്കുന്നുണ്ട്. മിത്രയുടെ അലോക് ചോദിക്കണ്ട, മിത്രേ എന്നെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താവോ, നിന്നെ കൊണ്ടേ അതിനെ സാധിക്കുള്ളൂ. എന്നെ കൊണ്ടോ? എന്തൊക്കെയാ നീ പറയണത്? ഞാൻ എങ്ങനെ നിന്നെ സഹായിക്കാനാ? അല്ല, നീ ദേവമംഗലത്തുള്ളതല്ലേ, അനുവിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടുത്ത ഹിയറിംഗ് വരുമ്പോ അവൾ ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി കോടതിയിൽ. അവളുടെ ഒരു ഒറ്റ വാക്ക് മതി എനിക്ക് പുറത്തിറങ്ങാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇനി നിങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല. നീ നോക്കിക്കോ മിത്രേ, അങ്ങനെ എനിക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ലെങ്കിൽ ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവും എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് ഭയങ്കര അഭിനയമായിട്ട്. അതിൽ മിത്ര വീണ് പോവാണ്. ശരി, ഞാനന്ന് അനുവിനോട് സംസാരിച്ച് നോക്കാം, ഞാൻ മാക്സിമം ശ്രമിക്കാം എന്തൊക്കെ പറഞ്ഞു, നീ എൻ്റെ ഏട്ടനായി പോയില്ല, ഞാൻ മാക്സിമം ശ്രമിക്കാം എന്നൊക്കെ മിത്ര പറയണ്ട്. അത് കേൾക്കുമ്പോൾ അലോകിന് ഭയങ്കര സന്തോഷമാണ്. മിത്ര ശ്രമിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടത്തി തന്നാലോ, ആ ഒരു വിശ്വാസം അലോകിനെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ മിത്ര അങ്ങനെ അലോകിനെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ രാജശ്രീ കാത്തിരിക്കുകയാണ് അലോകിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ അച്യുതനും അനന്തനും വരുമോന്ന് വെച്ചിട്ട്. അങ്ങനെ വരുമ്പോ അച്യുതന്റെ അനന്തന്റെ അടുത്തേക്ക് ദേ അലോകില്ല. അത് കാണുമ്പോൾ രാജശ്രീ ഓടി വരുന്നുണ്ട്. അച്യുതേട്ടാ എവിടെ, എന്റെ മോൻ എവിടെ, അലോക് എവിടെ, അലോക് എവിടെയും ചോദിക്കുമ്പോഴേക്കും അനന്തം പറയുന്നുണ്ട് രാജശ്രീ, അത് കോടതിയുടെ വാദം വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവനെ കൂടെ കൊണ്ടുവരാൻ പാടില്ലേ, ഇനി കോടതി കൂടുമ്പോ കൊണ്ടുപോയാൽ പോരെ. അങ്ങനെയല്ല രാജശ്രീ, കോടതിക്ക് ഒരേ നിയമങ്ങളും ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവൻ ജയിലിൽ തന്നെ കിടത്താനാണ് തീരുമാനിച്ചേക്കുന്നത്. അടുത്ത ഹിയറിംഗ് കഴിയുമ്പോഴേ അവന് നമുക്ക് പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോ എന്റെ മോനെ കൊണ്ടുവന്നില്ലല്ലോ നിങ്ങള്, എന്റെ മോനെ ജയിലിട്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെ വന്നേക്കണം, പിന്നെ നിങ്ങൾ വരണ്ടായിരുന്നല്ലോ. അച്യുതേട്ടാ എന്റെ മോനെ കൊണ്ടുവന്നില്ലല്ലേ, എന്റെ മോനെ കൊണ്ടുവരും, ഉച്ച കഴിയുമ്പോ അവൻ വരുമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് അപ്പൊ അവൻ വന്നില്ലല്ലേ. കോടതിയുടെ കാര്യമല്ലേ രാജശ്രീ, ഉച്ച കഴിഞ്ഞിട്ട് വിധി പറയൂന്നാണ് ഞാൻ വിചാരിച്ചത്. നമുക്ക് അവരെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ മോൻ ഇനിയും കുറെ ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. അവൻ ആകെ ക്ഷീണിച്ചു രാജശ്രീ, പകുതിയായവൻ, അവന് ഭയങ്കര ക്ഷീണമാണ്, മുഖത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ നീരാണ്, കൈക്കും കാലിനൊക്കെ നല്ല പൊട്ടലുണ്ട്, പോലീസുകാർ നല്ല രീതിയിൽ അവനെ പെരുമാറുന്നുണ്ട്. എനിക്ക് എന്റെ മോന്റെ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റില്ല രാജശ്രീ, നീ വരാത്ത നന്നായി, അല്ലെങ്കിൽ നിനക്കത് സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഇല്ല, ഞാൻ വെച്ചേക്കില്ല, ഇതിനെല്ലാത്തിനും കാരണം ദേവമംഗലംകാരാ, അവരെ ഞാൻ വെറുതെ വിടില്ല. നോക്കിക്കോ, അവള് ആഞ്ഞു എന്റെ മകൻ ജയിലിൽ കിടന്നിട്ട് അവൾ അങ്ങനെ സുഖിച്ച് പുറത്തടക്കണ്ട എന്ന് പറയുമ്പോ അനന്തം പറയണ്ട, രാജശ്രീ നോക്ക്, വെറുതെ പ്രശ്നത്തിനൊന്നും പോകണ്ട, എന്തെങ്കിലും പ്രശ്നത്തിൽ പോയാ അത് അലോകിനെ ബാധിക്കും, അത് ഓർമ്മ വെച്ചോ. അച്യുത, ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, ഓർമ്മയുണ്ട് ഏട്ടാ, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഓരോ ചുവടും വെക്കാനായിട്ട്, അല്ലാതെ പക വീട്ടാൻ വേണ്ടി അവിടെ പോയിന്ന് കയറി കൊടുക്കരുത്. നോക്ക്, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അലോകിക ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരും. ചിലപ്പോൾ അവനെ പുറത്തിറങ്ങാൻ പറ്റുമായിരിക്കും, അത് നിങ്ങളായിട്ട് അടച്ച് കളയരുത് എന്ന് പറഞ്ഞിട്ട് അനന്തൻ അകത്തേക്ക് കയറി പോവാണ്. രാജശ്രീ പ്രാന്ത് പിടിച്ചപ്പോൾ മുടിയൊക്കെ പിടിച്ച് വലിച്ച് പ്രാന്ത് പിടിച്ചപ്പോൾ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, പെറുപിറുക്കുന്നു, പ്രാന്തി പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ മറ്റന്നാളത്തേക്ക് എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.